തിരുവനന്തപുരത്തെ കൗൺസിലർമാർക്ക് ഡൽഹിയിൽ രാജകീയ വിരുന്ന്. ബി.ജെ.പിയിലെ ഗ്രൂപ്പ് പോരുകളും അണിയറ നീക്കങ്ങളും പാളി. വി രാജേഷിനെ തളയ്ക്കാൻ നോക്കിയവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധുര പ്രതികാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്ര വിജയം നേടിയ മേയർ വി രാജേഷിനെയും 50 കൗൺസിലർമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് വിരുന്നൊരുക്കുന്നതിന് പിന്നിൽ കേരളത്തിലെ ബി.ജെ.പി നേതൃത്വത്തെ പോലും ഞെട്ടിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളാണുള്ളത്. മേയറെ അപമാനിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും നീക്കം നടത്തിയ സൈക്കോ എന്ന് വിളിപ്പേരുള്ള സംസ്ഥാന നേതാവിനുള്ള കടുത്ത മറുപടിയായാണ് ഈ ഡൽഹി യാത്രയെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത്. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തിയപ്പോൾ മേയർ വി രാജേഷ് സ്വീകരിക്കാനെത്താതിരുന്നത് വലിയ ചർച്ചയായിരുന്നു. ബി.ജെ.പി മേയർ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് ചരിത്രമാകുമായിരുന്നുവെങ്കിലും രാജേഷിനോടുള്ള വ്യക്തിപരമായ പക തീർക്കാൻ സംസ്ഥാനത്തെ ഒരു പ്രമുഖ നേതാവ് അത് അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഔദ്യോഗിക നടപടിക്രമങ്ങളിൽ മേയറെ തഴഞ്ഞത് മോദിയെ നേരിട്ട് അറിയിക്കുന്നതിലും ഈ സൈക്കോ നേതാവ് വിജയിച്ചു. എന്നാൽ കേരളത്തിൽ നടന്ന ഈ അട്ടിമറി നാടകം മനസ്സിലാക്കിയ മോദി രാജേഷിന് അർഹമായ അംഗീകാരം നൽകാൻ നേരിട്ട് രംഗത്തിറങ്ങുകയായിരുന്നു. ഫെബ്രുവരി 9 കേരള എക്സ്പ്രസിൽ ഡൽഹിയിലേക്ക് തിരിക്കുന്ന ബി.ജെ.പി കൗൺസിലർമാർക്ക് വഴിനീളെ വിവിധ സംസ്ഥാനങ്ങളിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ട്രെയിൻ യാത്രയെ ദേശീയ ശ്രദ്ധയാക്കി മാറ്റുന്നതിലൂടെ രാജേഷിനെ വെട്ടിയവർക്കുള്ള താക്കീതാണ് കേന്ദ്രം നൽകുന്നത്. ഫെബ്രുവരി 13 പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന അത്താഴ വിരുന്നിൽ തിരുവനന്തപുരം വികസന രേഖയും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സംസ്ഥാന നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് PMO നേരിട്ടയച്ച ഈ ക്ഷണം കേരളത്തിലെ ബി.ജെ.പിയിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. തന്നെ വെട്ടാൻ നോക്കിയവർക്ക് മുന്നിലൂടെ ഡൽഹിയിലേക്ക് രാജകീയമായി പോകുന്ന രാജേഷും സംഘവും തദ്ദേശ വിജയത്തെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വജ്രായുധമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.